ഊമ്പുരാന്റെ പേരിൽ പൂർണ്ണ നടൻ ഖേദം പ്രകടിപ്പിച്ചു. പ്രത്യേകം ഓർക്കണം, പ്രകടിപ്പിച്ചത് ഖേദമാണ്. ഖേദം അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ക്ഷമയാചിക്കുകയോ അതല്ലെങ്കിൽ മാപ്പ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഖേദത്തിന് മാപ്പ് എന്നൊരു അർത്ഥമേ ഇല്ല. തളർച്ച, രോഗം, ദാരിദ്ര്യം, ദുഃഖം, ഇതൊക്കെയാണ് ഖേദം എന്ന വാക്കിന് നമ്മുടെ ഭാഷ കൽപ്പിച്ച് നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ. എന്തായാലും ഊമ്പുരാൻ പൂർണ്ണ നടന് ദാരിദ്ര്യം സമ്മാനിക്കാൻ ഒട്ടും തന്നെ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ആ സമ്പൂർണ്ണ നടന്റെ ഖേദത്തിന് ഈ സന്ദർഭത്തിൽ ഏറ്റവും യോജിക്കുന്ന അർത്ഥം ദുഃഖം എന്നതാണ്. അതായത് തൻ്റെ ചില ആരാധകർക്ക് ഊമ്പുരാൻ എന്ന സിനിമ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞു. അതിൽ തനിക്ക് ഖേദമുണ്ട് എന്ന് മാത്രമാണ് ആ മനുഷ്യൻ ഉദ്ദേശിച്ചത് ഈ ഖേദപ്രകടനത്തിലൂടെ. എന്ന് വെച്ചാൽ ഈ ഊമ്പുരാൻ സ്വന്തം ആരാധകരിൽ ആർക്കൊക്കെ മനപ്രയാസം ഉണ്ടാക്കിയോ അവരുടെ ആ വിഷമത്തിൽ തനിക്ക് തീർച്ചയായും ദുഃഖമുണ്ട് എന്ന് മാത്രമേ പൂർണ്ണ നടൻ പറഞ്ഞിട്ടുള്ളൂ. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആർക്കെങ്കിലുമോ അതല്ല എങ്കിൽ സംഘികളിൽ പെടുന്ന ഏതെങ്കിലും ആളുകൾക്കോ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ പോലും പൂർണ്ണ നടൻ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. സ്വന്തം ആരാധകർക്ക് സംഭവിച്ച മനപ്രയാസത്തിൽ ദുഃഖമുണ്ടായെങ്കിൽ അത് നഷ്ടഭയത്തിൽ നിന്ന് സംഭവിച്ച ദുഃഖമാകാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേട്ടക്കാരെ ഇരകളായി നവമാധ്യമകാലത്ത് അവതരിപ്പിച്ചതിൽ പൂർണ്ണ നടന് എന്തെങ്കിലും ദുഃഖമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. അങ്ങനെ ഭാവിക്കുക പോലും ചെയ്തിട്ടില്ല. അതല്ലേ വലിയ കുറ്റം. അതിനോടല്ലേ ഇതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തേണ്ടത്. പൂർണ്ണ നടന്റെ ശമ്പളക്കാരനായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ലാലായണം രചിച്ച് ഉപജീവിക്കുന്ന വാൽമീകി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശാനുസരണം ഏതാണ്ട് 100ഓളം വാക്കുകളിൽ ഒരു ഖേദകാണ്ഡം അങ്ങോട്ട് രചിച്ചു കൊടുത്തു. സംഭവിക്കാനിരിക്കുന്ന നഷ്ടത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും അതുപോലെ തന്നെ താരമൂല്യത്തിന്റെ തിളക്കം കൂടുതൽ മങ്ങാതെ കാക്കാനുമുള്ള ഒരു അടവ് നയം എന്നതിനപ്പുറത്ത് ഈ ഖേദത്തിന് യാതൊരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല എന്നേ. ചേട്ടാ, ഇതിപ്പോ നല്ല കൂത്തായില്ലേ? നമ്മുടെ ഈ കച്ചവടക്കാരൻ അവന്റെ കച്ചവടം കൊഴുപ്പിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ കച്ചവടം നഷ്ടത്തിലേക്ക് പോയാൽ ആ നഷ്ടത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഒരു എളിയ പരിശ്രമം നടത്തുന്നതിന് നമുക്കെന്താണ്? പൂർണ്ണ നടനോട് ഒട്ടി നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ താരത്തിളക്കത്തിൽ സ്വയം മിനുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആ മനുഷ്യന്റെ ഖേദപ്രകടനത്തെ അംഗീകരിക്കേണ്ടതായിട്ടുള്ള ബാധ്യതയുള്ളൂ. പക്ഷെ BJPയുടെ ഭാവി നേതാക്കളാകാൻ പോകുന്ന ചിലർ പോലും പൂർണ്ണ നടന്റെ ഈ വ്യാജ ഖേദത്തെ അംഗീകരിക്കുകയും അതിനു വേണ്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ പോങ്ങന് സത്യമായും സങ്കടം തോന്നുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള സങ്കടം. പറയാൻ വേണ്ടി പറയുന്നതല്ല, ഉള്ളിൽ തട്ടി പറയുന്നതാണ്. അവരാരും മണ്ടന്മാരല്ല എന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സംഗതി. ഇത്തരം സ്വാർത്ഥബുദ്ധരായിട്ടുള്ള നേതാക്കളാണ് ഭാവിയിൽ BJPയെ കൊണ്ടു നടക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള എന്ത് തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും? ഏത് തരത്തിലായിരിക്കും അവർ കമ്മി നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തരായിട്ടിരിക്കുക? എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കുശാഗ്രബുദ്ധിയിൽ നിന്നല്ല, കുറ്റബോധത്തിൽ നിന്നാണ് ഖേദവും മാപ്പും ഒക്കെ വരേണ്ടത്, അല്ലേ? ആണ്. ഈ പറയുന്നവർക്കൊന്നും അതറിയാത്തതല്ല. അതറിഞ്ഞു വെച്ചുകൊണ്ടാണ് BJPയുടെ ഭാവി നേതാക്കളും അതുപോലെ തന്നെ സംഘികളുടെ മാനസ ബുദ്ധിജീവികളും ഒക്കെ പൂർണ്ണ നടന്റെ വ്യാജ ഖേദത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അവരൊന്നും സ്വാധീനശേഷിയില്ലാത്ത ആളുകളുമല്ലല്ലോ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം ആളുകളെയൊക്കെ സുഖമായിട്ട് അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ്. സത്യം പറഞ്ഞാൽ എന്ത് കഷ്ടമാണല്ലേ. അവരെയൊക്കെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന അവരുടെ അനുയായികളെന്നോ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെന്നോ അവരെ സ്നേഹിക്കുന്ന മനുഷ്യരെയൊക്കെ ഇവർ ചതിക്കുകയല്ലേ ചെയ്യുന്നേ, വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നേ. ഈ പൂർണ്ണ നടൻ ഏതെങ്കിലും നിലയിലുള്ള ഖേദം സംഘികളോടോ ഹിന്ദുക്കളോടോ പറഞ്ഞോ? ഇല്ല. BJPയുടെ ചോട്ടാ നേതാക്കളും സംഘികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളുമൊക്കെ ആ നിലയിൽ ഇത് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ അവർ കബളിപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. സ്വാഭാവികമായും പൂർണ്ണ നടൻ അദ്ദേഹത്തിന്റെ ആരാധകരുടെ പ്രയാസത്തെ മാനിച്ച് പ്രകടിപ്പിച്ച ഖേദം ഇത്തരം ആളുകളിലൂടെ അത് ഹൈന്ദവ സമൂഹത്തോടും സംഘികളോടുമൊക്കെ നടത്തിയിട്ടുള്ള ഖേദമായി അങ്ങോട്ട് മാറപ്പെടും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഘികളാണ് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെയും ഹിന്ദു എന്ന് പറയുന്ന സമുദായത്തിന്റെയും അസൽ ശത്രുക്കൾ. അങ്ങനെ ഒരു വിചാരം പോകാനുണ്ട്. ഇത്തരം സംഘി ഹിന്ദുക്കളോളം ഭംഗിയായി BJPയെയും ഹൈന്ദവ സമൂഹത്തെയും ഒക്കെ ദുർബലപ്പെടുത്താൻ സുഡാപ്പികൾക്കോ കമ്മികൾക്കോ കൊങ്ങികൾക്കോ ഒന്നും കഴിയില്ല എന്നതാണ് സത്യം. അത് തിരിച്ചറിയാതെ നമ്മുടെ നാട്ടുകാർ രക്ഷപ്പെടുകയുമില്ല. നമ്മുടെ ഈ സമൂഹം രക്ഷപ്പെടില്ല.
മഹാതാരത്തിനായിട്ടുള്ള ഉഷപൂജയും ആരാധകർക്കായിട്ടുള്ള ഈ ഖേദപൂജയും ഒക്കെ പൃഷ്ഠരാജന്മാരുടെ കച്ചവട ബുദ്ധിയിൽ നിന്നും പിറക്കുന്നതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ ഇനി പറ്റില്ല എന്ന് മാത്രമല്ല, അവരെ ബുദ്ധിമാനേ എന്ന് നമ്മൾക്കൊക്കെ വിളിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു, അതാണ് പറയേണ്ടത്. വരുമെന്നല്ല, വന്നു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണ നടനും പൃഷ്ഠരാജനുമൊക്കെ അവരുടെ ആരാധകരോട് പ്രകടിപ്പിക്കുന്ന ഖേദത്തെ കേരളീയ ഹൈന്ദവ സമൂഹം കണക്കിലെടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? പറയുമ്പോഴെല്ലാം പറയണല്ലോ, BJP-കാർ പൂർണ്ണ നടനോടൊപ്പം നിന്നാൽ പോലും അതിൽ മുഷിയേണ്ട യാതൊരു കാര്യവുമില്ല. തീവ്രമത വർഗീയവാദികൾ ഗോദ്രയിലെ തീവണ്ടിയിലിട്ട് ചുട്ടരിച്ചത് സംഖ്യകളെയല്ല, പ്രായലിംഗ ഭേദം കൂടാതെ ഹിന്ദുക്കളെയാണ്. അല്ലെ, ഭാരതീയരെയാണ്. ഹിന്ദുക്കളെ എന്ന് പോലും പറയാൻ പാടില്ല, ഭാരതീയരെയാണ്. അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇത് സംഘികളുടെ പ്രശ്നമല്ല. അങ്ങനെയും വ്യാഖ്യാനിക്കേണ്ട. ഇത് ഭാരതീയരുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഹിന്ദുക്കളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരതീയരെ വേട്ടക്കാരായും തീവണ്ടി അരിച്ച അസൽ വർഗീയവാദികളെ ഇരകളായും അവതരിപ്പിക്കുകയാണ് ഊമ്പുരാൻ ചെയ്തത്. ശരിയല്ലേ? ഗോദ്രയിലെ തീവണ്ടിയിൽ ആളിയ തീ കാണാനുള്ള കണ്ണും ജീവനു വേണ്ടി അലറിയാർത്ത് ചാരമായി പോയ മനുഷ്യരുടെ പ്രാണഭയത്തോടു കൂടിയുള്ള കരച്ചിൽ കേൾക്കാനുള്ള കാതുകളുമില്ലാത്ത നമ്മുടെ കേരളീയ മതേതരരുടെ മാനവിക സ്നേഹത്തോട് വലിയ ബഹുമാനമൊന്നും പോകാനില്ല. നിങ്ങളെ ആരെയും പോകാൻ വകവയ്ക്കുന്നുമില്ല. നിങ്ങളുടെ പ്രിയവും പോകന് വേണ്ട. അത് കുറച്ചുള്ള കച്ചവടം മതി പോകന്. മനസ്സിലായോ? അത് കുറച്ചുള്ള കച്ചവടം മതി. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം. എനിക്ക് നിങ്ങളുടെ പ്രിയം വേണ്ട, നിങ്ങളുടെ അംഗീകാരം വേണ്ട. നിങ്ങളിനി എന്ത് ചാപ്പ എനിക്ക് കുത്തിത്തന്നാൽ എനിക്കൊരു ഇരുമില്ല. ഗുജറാത്ത് കലാപത്തെ ഓർത്ത് വിലപിക്കുന്ന ഹരിത മതേതരരോട് ആത്മാർത്ഥമായി പോകന് ഒന്നേ പറയാനുള്ളൂ. ഗുജറാത്ത് കലാപത്തിന് പിന്നിലുള്ള അസൽ വില്ലൻ അയാളാണ്. അയാളെന്നാൽ സാക്ഷാൽ ഐസക് ന്യൂട്ടൺ. കാരണം ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവുമെന്ന് ന്യൂട്ടൺ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഗോദ്രയിലെ പ്രവർത്തനത്തിന് ഗുജറാത്തിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകുമായിരുന്നില്ല. കത്തിക്കൽ എന്ന പ്രവർത്തനത്തിന്റെ പ്രതിപ്രവർത്തനമാണ് കലാപമെങ്കിൽ ആ കലാപത്തെ ഒരു ശാസ്ത്ര സത്യമായാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ശാസ്ത്രം സത്യമാണെന്നാണ്, അതുമല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ ശരിയാണെന്നാണ് ഗുജറാത്ത് സംഭവം കേരളീയ ഹരിത മതേതരരെ വിശേഷിച്ചും പൂർണ്ണ നടനെയും പൃഷ്ഠരാജനെയും ഒക്കെ പ്രത്യേകിച്ചും പഠിപ്പിക്കേണ്ടതായിട്ടുള്ള പാഠം എന്ന് പറയുന്ന വിചാരവും പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. സാധാ സംഘികളോടും സാധാ ഹിന്ദുക്കളോടും പോങ്ങനൊരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് ഈ സംസാരം ഇവിടെ അങ്ങോട്ടേക്ക് അവസാനിപ്പിച്ചോളാം. ഇനിയും നിങ്ങൾ വിഡ്ഢികളാവരുത്. ആയിടത്തോളമായി ഇനിയും നിങ്ങളാരും വിഡ്ഢികളാവരുത്. നിങ്ങളാരും ഏതെങ്കിലും നേതാക്കളാൽ ചുമ്മാതങ്ങ് നയിക്കപ്പെടരുത്. നേതാക്കൾ നിങ്ങളാൽ നയിക്കപ്പെടണം. ശരിയിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, സമാധാനത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നേതാക്കളെ നയിക്കണം. ഈ നാടിനു വേണ്ടി, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി. സ്നേഹം.